ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് മോഡൽ എക്സാം ആണ്. ഓണം എക്സാമുമായി ബന്ധപ്പെട്ട മോഡൽ എക്സാം ആണ്. 6ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. പുതിയ പാഠപുസ്തകം അടിസ്ഥാനമാക്കി, അതായത് ന്യൂ ടെക്സ്റ്റ് ബുക്ക് അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ചോദ്യങ്ങളെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. 40 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യുക. അതിനുശേഷം മാത്രം ആൻസർ കീ നോക്കുക. അപ്പം നമ്മളിതിൽ ക്വസ്റ്റ്യൻസും ആൻസർ കീയും രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. എക്സാം എഴുതുന്നത് പോലെ തന്നെ സിൻസിയറായിട്ട് എഴുതാൻ നോക്കുക. അതിനുശേഷം മാത്രം ആൻസർ കീ നോക്കുക കേട്ടോ. അപ്പോൾ 6ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് നമ്മുടെ ക്വാർട്ടർലി എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. കേരള സിലബസ് ആണ്. നിങ്ങളുടെ SCERT ടെക്സ്റ്റ് തന്നെയാണ്. 2 മണിക്കൂർ സമയമാണ്. 40 മാർക്കാണ്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ തന്നിരിക്കുന്നതിൽ ശരിയായത് എടുത്ത് എഴുതിയാൽ മാത്രം മതി. ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സോഴ്സ് ഓഫ് പ്രോട്ടീൻ? പ്രോട്ടീനിൻ്റെ സോഴ്സ് ഏതാണെന്നാണ്. റൈസ്, മിൽക്ക്, ഓയിൽ, ഷുഗർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: what happens when like poles of two magnets are brought near each other? മാഗ്നറ്റിൻ്റെ ലൈക്ക് പോളുകൾ അടുത്തടുത്ത് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കുമെന്നാണ്. they attract, they repel, they remain neutral, they combine. Third question: what is the function of carbohydrates in our body? കാർബോഹൈഡ്രേറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ടു പ്രൊവൈഡ് എനർജി, ടു ഹെൽപ്പ് ഇൻ ഗ്രോത്ത്, ടു റെഗുലേറ്റ് ബോഡി പ്രോസസ്സസ്, ടു ബിൽഡ് ബോൺസ്. What is the region around a magnet where its magnetic force can be felt called? ഒരു മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫോഴ്സ് അനുഭവപ്പെടുന്ന മേഖലയെ നമ്മൾ എന്ത് വിളിക്കുമെന്നാണ്. ഓപ്ഷൻസ്: മാഗ്നറ്റിക് പോൾ, മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫ്ലക്സ്, മാഗ്നറ്റിക് ഫോഴ്സ്. ഇതിൽ ശരിയായത് മാത്രം എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. 4 ഉത്തരമല്ല, 4 ആൻസർ അല്ല, ഒരെണ്ണം മാത്രമായിരിക്കും കേട്ടോ ഇതിൽ ആൻസർ. ഇനി അടുത്ത സെക്ഷൻ വരുന്നത് ഷോർട്ട് ആൻസർ ആണ്. തന്നിരിക്കുന്നതിൻ്റെ ഷോർട്ടായിട്ട്, അതായത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് എ ബാലൻസ്ഡ് ഡയറ്റ്? വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? എന്താണ് ബാലൻസ്ഡ് ഡയറ്റ്? എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ: ഡിഫൈൻ എ മാഗ്നറ്റ്. അടുത്തത് ഈ ക്വസ്റ്റ്യൻ വേണ്ട. ഹൗ ഡസ് പുവർ പോസ്ചർ അഫക്റ്റ് അവർ ബോഡി എന്നുള്ള ക്വസ്റ്റ്യൻ വേണ്ട. അത് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ അതിൻ്റെ ആൻസർ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണ്ട. അടുത്തത്: ലിസ്റ്റ് 2 യൂസസ് ഓഫ് മാഗ്നറ്റ്സ് ഇൻ എവറിഡേ ലൈഫ്. എവറിഡേ ലൈഫിൽ മാഗ്നറ്റിൻ്റെ 2 ഉപയോഗങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത്: വൈ ഈസ് വാട്ടർ ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻ? വാട്ടറിന് ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാണ് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മാർക്ക് വരുന്നത് ഓരോന്നിനും 2 മാർക്കാണ് കേട്ടോ. 5 ക്വസ്റ്റ്യൻ അല്ലേ, ഓരോന്നിനും 2 മാർക്കാണ് വരുന്നത്. ഇതിന് 2, ഇതിന് 2, ഇതിന് 3, ഇതിനും 3 ആണ്. ദെൻ ഇതിന് 2. ഓക്കെ, അങ്ങനെ ടോട്ടൽ 10 മാർക്സ് കേട്ടോ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുകയാണ്. അപ്പം ഇങ്ങനെ വേണം നിങ്ങൾ ആൻസർ മാർക്ക് കൗണ്ട് ചെയ്യാൻ. നെക്സ്റ്റ് ലോങ് ആൻസർ ആണ്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്സ് ഇൻ എ ബാലൻസ്ഡ് ഡയറ്റ്. അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്തിനാണ്, പ്രോട്ടീൻസ് എന്തിനാണ്, ഫാറ്റ് എന്തിനാണെന്നൊക്കെ നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ബാലൻസ്ഡ് ഡയറ്റിൽ എന്താണ് ഇതിൻ്റെ റോളെന്ന് എഴുതുക. നെക്സ്റ്റ്: വാട്ട് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ്? ഹൗ ക്യാൻ ഇറ്റ് ബി ഡിറ്റക്റ്റഡ്? എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ.
അടുത്തത് സെക്ഷൻ ഡി കേസ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. പാരഗ്രാഫ് വായിച്ച് ആൻസർ ചെയ്യാനുള്ളതാണ്. രമേഷ് ഈസ് എ 12-year-old boy who has been feeling fatigued and experiencing back pain. His parents noticed that he has been sitting hunched over while studying for long hours. He also does not drink enough water throughout the day and eats mostly junk food. അപ്പോൾ രമേഷ് 12 വയസ്സുള്ളൊരു കുട്ടിയാണ്. അവൻ ഭയങ്കര ടയേർഡായിട്ടും ബാക്ക് പെയിനും അവൻ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എന്താ കാരണം വെച്ചാൽ അവൻ്റെ സിറ്റിംഗ് പോസ്റ്റർ ശരിയല്ല. കുറേ നേരം ഇരുന്ന് പഠിക്കുമ്പോൾ അവൻ എന്താണ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാണ്ടാണ് അവൻ ഇരിക്കുന്നത്. അതുപോലെ തന്നെ വെള്ളം ശരിക്കും കുടിക്കില്ല, ജങ്ക് ഫുഡുകളാണ് കഴിക്കുക. അതാണ് പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. അടുത്തതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹെൽത്ത് പ്രോബ്ലംസ് ഡു യു തിങ്ക് രമേഷ് മൈറ്റ് ഫേസ് ഡ്യൂ ടു ഹിസ് ഹാബിറ്റ്സ്? ഹൗ ക്യാൻ ഹി ഇംപ്രൂവ് ഹിസ് പോസ്ചർ വൈൽ സ്റ്റഡിങ്? വാട്ട് ചേഞ്ചസ് ഷുഡ് ഹി മേക്ക് ടു ഹിസ് ഡയറ്റ്? ഈ 3 ക്വസ്റ്റ്യൻ ആൻസറും ഇതിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതുക. നെക്സ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ മാർക്സ് ആണ് ഓരോന്നിനും കേട്ടോ. ദ ഡാഷ് പോൾ ഓഫ് എ മാഗ്നറ്റ് അട്രാക്ട്സ് സൗത്ത് പോൾ ഓഫ് അനദർ മാഗ്നറ്റ്. അടുത്തത് ദ ന്യൂട്രിയൻ ദാറ്റ് ഹെൽപ്സ് ഇൻ ദ ഗ്രോത്ത് ആൻഡ് റിപ്പയർ ഓഫ് ടിഷ്യൂസ് ഈസ് ഡാഷ്. Third, a dash is a material that can attract or repel certain metals like iron, cobalt and nickel. Fourth, dash helps in the absorption of fat soluble vitamins. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്ഷൻസ് വരുന്നത്. ഇനി നമുക്ക് ആൻസർ കീ നോക്കാം ഇതിൻ്റെ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കുക. അതിൽ ഞാൻ ക്യാൻസൽ ആണെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണ്ട. അത് കഴിച്ചുള്ള മാർക്ക് മാത്രം നിങ്ങൾ നോക്കിയിട്ട് കൗണ്ട് ചെയ്താൽ മതി. ആൻസർ കീയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ മിൽക്കാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് റിപ്പൽ ചെയ്യും. ലൈറ്റ് പോൾസ് 2 കൊണ്ടുവന്ന് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് റിപ്പൽ ചെയ്യും. അതൊരിക്കലും കൂടിച്ചേരില്ല. അതിങ്ങനെ വിട്ട് പോകും മാഗ്നറ്റ്സ് കേട്ടോ, അട്രാക്ട് ചെയ്യില്ല. തേർഡ് വരുന്നത് വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻ അവർ ബോഡി? ആൻസർ ടു പ്രൊവൈഡ് എനർജി ആണ്. ഞാൻ ആൻസർ മാത്രമേ വായിക്കുന്നുള്ളൂ, ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി നോക്കിയത് കൊണ്ട്. നാലാമത്തതിൻ്റെ ആൻസർ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അടുത്ത സെക്ഷൻ ബിയിൽ 6th question answer, balanced diet and answer. A balanced diet is one that contains all the essential nutrients. Balanced diet carbohydrate, proteins, fats, vitamins, minerals and water എല്ലാം വേണം in the right proportions. It is important because it provides the necessary energy for growth, repair of tissues and maintains good health ആണ്. നെക്സ്റ്റ് വരുന്നത് മാഗ്നറ്റിൻ്റെ ഡെഫിനിഷൻ. എ മാഗ്നറ്റ് ഈസ് എ മെറ്റീരിയൽ ദാറ്റ് ഹാസ് ദ എബിലിറ്റി ടു അട്രാക്ട് ഓർ റിപ്പൽ സർട്ടൻ മെറ്റീരിയൽസ് ലൈക്ക് അയൺ, കൊബാൾട്ട് ആൻഡ് നിക്കൽ. ഇറ്റ് പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഹാസ് 2 poles നോർത്ത് ആൻഡ് സൗത്ത്. മാഗ്നറ്റിൻ്റെ ഡെഫിനിഷൻ ആണ് കേട്ടോ. അടുത്തത് ഹൗ ഡസ് പുവർ പോസ്ചർ അഫക്റ്റ് അവർ ബോഡി? വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ നോക്കണ്ട. നെക്സ്റ്റ് ലിസ്റ്റ് 2 യൂസസ് ഓഫ് മാഗ്നറ്റ്സ് ഇൻ എവറിഡേ ലൈഫ് ആണ്. അതായത് നമ്മുടെ എവറിഡേ ലൈഫിൽ മാഗ്നറ്റ്സിൻ്റെ യൂസ് എന്താണെന്നാണ് ചോദ്യം. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മുടെ റെഫ്രിജറേറ്റർ അതുപോലെ കോമ്പസിലൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മാഗ്നറ്റ് ഉപയോഗിക്കുന്നുണ്ട്. റെഫ്രിജറേറ്റേഴ്സിലാണെങ്കിൽ മാഗ്നറ്റ്സ് ആർ യൂസ് ടു ഹോൾഡ് ഡെക്കറേഷൻസ് ഓർ പേപ്പേഴ്സ് ഓൺ ദ ഫ്രിഡ്ജ് ഡോർ. പിന്നെ അതുപോലെ തന്നെ ആക്ച്വലി ഇതിൽ റെഫ്രിജറേറ്ററിന് ആൻസറായിട്ട് മാഗ്നറ്റ്സ് ഡെക്കറേഷൻ ഓർ പേപ്പേഴ്സ് ഫ്രിഡ്ജ് ഡോറിൽ അതിന് മാത്രമല്ല കേട്ടോ യൂസ് ചെയ്യണത്. റെഫ്രിജറേറ്ററിൻ്റെ ഉള്ളിൽ മാഗ്നറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ മെക്കാനിക്കൽ വശങ്ങളിൽ കേട്ടോ. അതിൻ്റെ ആൻസറിൽ നിങ്ങൾക്ക് അത് എഴുതി ചേർത്താം. കോമ്പസിൽ ഉപയോഗിക്കുന്നുണ്ട്. കോമ്പസസ് മാഗ്നറ്റ്സ് ആർ യൂസ് ടു ഹെൽപ്പ് ഇൻ നാവിഗേഷൻ ബൈ ഷോയിങ് ദി ഡയറക്ഷൻ കാണിച്ചു തരുന്ന കോമ്പസിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. Why is water an important nutrient? Water is vital for digestion, nutrient absorption, temperature regulation, waste removal through urine and lubrication of joints. It also helps in maintaining the body's fluid balance. അടുത്ത ലോങ് ആൻസറിൽ വരുമ്പോൾ നമ്മൾ റോൾ ഓഫ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്സ് ഇൻ എ ബാലൻസ്ഡ് ഡയറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാർബോഹൈഡ്രേറ്റ്സ് എന്താണ്? ദേ ആർ ദ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി ഫോർ ദ ബോഡി. ദേ ആർ ഫൗണ്ട് ഇൻ ഫുഡ്സ് ലൈക്ക് റൈസ്, വീറ്റ് ആൻഡ് ഷുഗർ. പ്രോട്ടീൻസ് ആണെങ്കിൽ ദേ ഹെൽപ്പ് ഇൻ ദ ഗ്രോത്ത് ആൻഡ് റിപ്പയർ ഓഫ് ടിഷ്യൂസ് ആൻഡ് മസിൽസ്. ദേ ആർ ഫൗണ്ട് ഇൻ ഫുഡ്സ് ലൈക്ക് മിൽക്ക്, പൾസസ് ആൻഡ് മീറ്റ്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷനും എഴുതി അത് ഏത് ഫുഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു കൂടി എഴുതണം കേട്ടോ. ഫാറ്റ് കൊഴുപ്പാണ്. ദേ പ്രൊവൈഡ് എനർജി ആൻഡ് ഹെൽപ്പ് ഇൻ ദ അബ്സോർപ്ഷൻ ഓഫ് ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് ADEK. അത് ഫാറ്റ് soluble vitamins in the പേരാണ്. vitamin A, vitamin D, vitamin E, vitamin K. Fats are found in foods like oils, butter and nuts.
ഇനി മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, ഹൗ ക്യാൻ ഇറ്റ് ബി ഡിറ്റക്റ്റഡ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഏരിയ അറൌണ്ട് എ മാഗ്നറ്റ് വേർ ഇറ്റ്സ് മാഗ്നറ്റിക് ഫോഴ്സ് ക്യാൻ ബി ഫെൽറ്റ്. ഇറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് യൂസിങ് അയൺ ഫില്ലിങ്സ് കോമ്പസ്. അയൺ ഫില്ലിങ്സ് എന്താ, വെൻ സ്പ്രിങ്കിൾഡ് അറൌണ്ട് എ മാഗ്നറ്റ് ദ അയൺ ഫില്ലിങ്സ് അലൈൻ അലോങ് ദ ലൈൻസ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. കോമ്പസ് എന്തായി, കോമ്പസ് നീഡിൽ ഓൾവേസ് പോയിന്റ്സ് ടുവാർഡ്സ് എ മാഗ്നറ്റിക് നോർത്ത് ഇൻഡിക്കേറ്റിംഗ് ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അടുത്തത് നമുക്ക് രമേഷിൻ്റെ ചോദ്യമാണ്. അതിൽ ഫസ്റ്റ് ആൻസർ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, 3 ആൻസർ ഞാൻ പറയാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഹെൽത്ത് പ്രോബ്ലം ആണ്. രമേഷ് മേ എക്സ്പീരിയൻസ് ബാക്ക് പെയിൻ, മസിൽ സ്ട്രെയിൻ ആൻഡ് ഫാറ്റിക് ഡ്യൂ ടു പുവർ പോസ്ചർ. ഹി മൈറ്റ് ഓൾസോ ബി ഡീഹൈഡ്രേറ്റഡ് ആൻഡ് ലാക്ക് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഡ്യൂ ടു പുവർ ഡയറ്റ്. അടുത്തത് ഇംപ്രൂവിംഗ് പോസ്ചർ ആണെങ്കിൽ രമേഷ് ഷുഡ് സിറ്റ് വിത്ത് ഹിസ് ബാക്ക് സ്ട്രൈറ്റ്, ഷോൾഡേഴ്സ് റിലാക്സ്ഡ്, ഫീറ്റ് ഫ്ലാറ്റ് ഓൺ ദ ഫ്ലോർ ആൻഡ് അവോയ്ഡ് സ്ലൗച്ചിങ്. ഹി ഷുഡ് ടേക്ക് റെഗുലർ ബ്രേക്സ് ടു സ്റ്റാൻഡ് ആൻഡ് സ്ട്രെച്ച്. Diet changes, Ramesh should include more fruits, vegetables, whole grains and lean proteins in his diet. He should drink enough water throughout the day and avoid excessive junk food. ഇനി നമ്മുടെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ 5 മാർക്കിനുള്ള 5 മാർക്കില്ല 4 മാർക്ക്. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇത് 4 മാർക്സ് ആയിട്ട് കണക്കാക്കണം കേട്ടോ. The dash pole of a magnet attracts the south pole of another magnet. North ആണ്. The nutrient that helps in the growth and repair of tissues, protein. A dash is a material that can attract or repel certain metals like iron, cobalt and nickel. Magnet dash helps in the absorption of fat soluble vitamins, fats. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിൽ ഞാൻ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ മാർക്സ് ഒഴിച്ചിട്ടുള്ള മാർക്സ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. അതായിരിക്കും നിങ്ങളുടെ ടോട്ടൽ മാർക്സ്. എന്നിട്ട് നിങ്ങളുടെ മാർക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ആൻസർ ചെയ്തതിന് ശേഷം മാർക്സ് നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി തുടർന്നുള്ള വീഡിയോസിൽ നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ വേറെ സബ്ജക്ട്സിൻ്റെ മോഡൽ എക്സാമുകൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മാർക്സ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.